നോക്കിയാ അതിന്റെ പുറത്ത് മാറ്റ് ഫിനിഷാ പായല് കയറിയിട്ട് ശരിയാ ഒരു മാറ്റ് ഫിനിഷ് ഫീൽ ഇല്ലേ? അതെന്താ അതിന്റെ തലയിൽ കാക്ക കൂറിയാ. നമ്മള് വീട് വീണാന്തരം ഇൻഷുറൻസിന്റെ കവറേജിനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അതുപോലെ തന്നെ ഫീൽ കിട്ടുന്നുണ്ട് എനിക്ക്. ഞാൻ ശ്രീകണ്ഠാപുരം സ്കൂളിൽ അമ്മയെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടാണുള്ളത്. പരീക്ഷ നടക്കുന്ന സമയം അതുകൊണ്ട് ഭയങ്കര സൈലന്റ് അന്തരീക്ഷം. ആ ബാക്കിൽ കാണുന്നത് ഒരു ക്യാൻറ്റീനാ പോലും. അതായത് കുട്ടികൾക്ക് ഉച്ചക്കത്തെ ഗ്യാപ്പിന്റെ സമയത്തൊന്നും സ്കൂളിൽ നിന്ന് പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു ക്യാൻറ്റീനൊക്കെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. അത് കൊള്ളാം. ഇപ്പൊ ഉച്ചക്ക് ഗ്യാപ്പിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഞാൻ പഠിച്ച സ്കൂളൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി. ഇതൊക്കെ പണ്ടേ ഉള്ള ക്ലാസ്സുകളാണ്, ബാക്കിയൊക്കെ പുതിയതാണ്. അത് മാത്രമാണ് ഇപ്പോഴും ബാക്കിയുള്ളത്. സ്കൂളിന്റെ എൻട്രൻസ് ഇപ്പൊ ഇങ്ങനെയാണ്. നല്ല അടിപൊളി മഴ പെയ്യുന്ന പറമ്പിലൊക്കെ മഴ പെയ്യുന്ന പശുക്കൾ ഇങ്ങനെ ചവിച്ചോണ്ടിരിക്കുന്നു. അമ്മമ്മ ഓടി നടന്നിട്ട് തുണി പുറത്തിരുന്നു പുറത്തിരുന്നു. ഈ വീട്ടിൽ കല്യാണം കഴിക്കാൻ പോകുന്ന മാഷിന് ഭയങ്കര തിരക്കായതുകൊണ്ടും അവിടെ ക്ലാസ് എടുത്തിട്ട് തീരാത്തതുകൊണ്ടും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടും സാറ് ബിസിയാണ്. സോ പണിയൊന്നും ഇല്ലാത്ത ഞങ്ങൾ രണ്ടുപേരും കൂടി മാഷിന്റെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനും സായിജും പോയിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടും കൂടിയിട്ട്. നിനക്ക് പരിചയമുണ്ടോ ഈ നാട്ടിൽ എവിടെയെങ്കിലും? എനിക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന വീടുകളുടെ അപ്പുറത്തേക്ക് ഒരു ബന്ധം. ഇതുവരെ കാണാത്ത മേച്ചിൽപ്പുറങ്ങളിലൂടെ നമുക്ക് എല്ലായിടത്തും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് ആ വഴിയൊക്കെ എടുത്തിട്ട് പോവാം. അങ്ങനെ ഒരു കല്യാണം പറയൽ വീഡിയോയിലേക്കാണ് ഇനി പോകുന്നത്. ഞാനെന്റെ നാട്ടിലെ റോഡിലൂടെ മഴ പെയ്ത് തോന്നുന്ന സമയത്ത് ഇങ്ങനെ പോവാണ്. നമ്മളിത് ഇവിടെ പ്രകാശേട്ടന്റെ വീട്ടിലേക്കാണ് ആദ്യം പോണത്. അവിടെ എല്ലാം ആളുണ്ടാവുന്നല്ലേ. ഇതൊരു കട്ടപ്പര. ഈ നാട്ടിൽ ആകപ്പാടെ ബാക്കിയുള്ളൊരു കട്ടപ്പര. ആള് താമസമൊന്നുമില്ല, പണ്ടത്തെ ഒരു വീടാട്ടാ. കട്ട കൊണ്ട് ഉണ്ടാക്കിയൊരു വീടാണ് ഇത്. തവര ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ചെടിയാ. ഐ മിസ്ഡ് സൂപ്പർ സീൻ. ഇവിടുന്ന് ഒരാൾ വഴുതി വീണതാ. അയ്യോ, തുടക്കത്തിൽ ഫസ്റ്റ് കല്യാണം പറഞ്ഞു വരുമ്പോ തന്നെ വഴുതി വീണോട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരുപാട് പ്രതീക്ഷ ആഗ്രഹമുള്ളൊരു കല്യാണം. ഞാൻ വരണോ ഇനി? തുടക്കത്തിന്റെ വഴുതി വീണു. ഇനിയിപ്പോ കയ്യും കാലും ഒടിഞ്ഞിട്ട് വയ്യ. നമ്മൾ വന്ന സമയം നല്ല സമയമാണ്. കുറെ വീടുകളിൽ ആളില്ല, അതുകൊണ്ട് കത്ത് അവിടെ വെച്ച് തെളിവിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രകാശേട്ടന്റെ വീടാ, കുവൈറ്റിലെ മൂപ്പര്. ഞങ്ങളിപ്പോ പോകുന്ന സമയം ഉച്ച സമയമാണ്. ഇപ്പൊ എല്ലാ വീട്ടിലും ആൾക്കാർ ഉറക്കാ. അവരെല്ലാം ഞെട്ടി എണീപ്പിച്ചിട്ട് കല്യാണം പറയാണ്. ഉച്ചക്ക് ഈ ദിവസം ആരും കൊയിലിൽ ഉറങ്ങണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് കണ്ട, കല്യാണം പറയാൻ വന്നപ്പോ ഇവനെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് രാധിക ഇവനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു ബന്ധം. ഇതുണ്ടോ പാഷൻ ഫ്രൂട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടോ? പോകുന്ന വഴി കണ്ടതാ. നമ്മള് വീട് വീണാന്തരം ഇൻഷുറൻസിന്റെ കവറേജിനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അതുപോലെ തന്നെ ഫീൽ കിട്ടുന്നുണ്ട് എനിക്ക്. തകിട തന്താനോ. നാട്ടിലെ വഴികളാണ്. ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴേ വരലുള്ളൂ. അതായത് മെയിൻ റോഡിന്റെ ഉള്ളിലേക്കുള്ള വഴിയിലേക്ക് വല്ലപ്പോഴേ കയറുള്ളൂ. നൈസ് തോട് കണ്ടോ പോകുന്ന വഴിക്ക്? വാവ്, ആൻഡ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. കണ്ടോ? ഇതിലൂടെ ഒന്നും ആരും നടക്കില്ല വന്നിട്ടാ. ഞങ്ങളിങ്ങനെ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് കണക്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. ഈ വീട്ടിൽ ആളില്ല, അവിടെ കത്തൊക്കെ വെച്ചിട്ട് വരികയാണ്. നമ്മളിപ്പോൾ 5 വീട്ടിൽ പോയി. അതിൽ ഈ വീട്, ആ വീട്, അതിൻ്റെ മേലത്തെ വീട്, ആ സൈഡിലെ വീട്, ഇവിടുത്തെ വീട്, ഇതെല്ലാം പ്രകാശന്മാരാ. എല്ലാരും പ്രകാശം. ഇനീഷ്യൽ പല ആളുകളുടെ ഇനീഷ്യലും സെയിം ആയിട്ടുള്ളവരുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ ഈ ഒരു വീട് മാത്രമേ മാറ്റുള്ളൂ. ഇവിടെ സുരേഷ് എന്ന ആളുടെ പേര്. ബാക്കി എല്ലാം പ്രകാശന്മാരാ. നമ്മളിനി പഴയ ഒരു തറവാട്ടിലേക്കാണ് പോണത്. കരിയില് വീട് എന്ന് പറയുന്നൊരു വീട്. ഇതെന്താ ഇവിടെ ചെണ്ടുമല്ലി പാടാ? പക്ഷെ അതിൽ ഇത്ര പൂ മേടിച്ചിട്ട് എന്ത് ഓണത്തിന് ഇതാക്കാനാ? ഇതെന്താ വേറെ നല്ല സ്റ്റൈലും ചെടി കണ്ടോ പോകുന്ന വഴിക്ക്? വേഗം റബ്ബർ ഷീറ്റെല്ലാം അടിച്ച് പണിയെല്ലാം തീർത്തിട്ട് വാ. എല്ലാ പണിയെല്ലാം തീർത്തിട്ട് വേഗം ചായ വെക്ക്. ഇതാണ് പഴയ ഒരു തറവാട്. പഴയ തറവാടാണ്, പക്ഷെ അതൊരു പുതുക്കിയിട്ട് പുതിയ വീടാക്കി. തറവാട്ട് പോയപ്പോ അവിടുന്ന് ഉണ്ണിയപ്പം കിട്ടി. അവിടെ കുറെ പൊതിഞ്ഞെടുത്ത്. ഞങ്ങളോട് കല്യാണം ഇവിടുന്ന് പറഞ്ഞാൽ മതി എന്നാ പറയുന്നത്. വീട്ടിൽ വരാനും ചായ വെച്ച് തരാനും സൗകര്യം ഇല്ലാന്നാ പറയുന്നത്. ഇല്ല, നിങ്ങൾ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. രാജേട്ടന്റെ ഓൺലൈൻ പ്രൊമോട്ടറാ ഞാൻ ഈ നാട്ടിൽ, അറിയാ. എന്നിട്ട് ഇയാൾക്കൊരു സ്നേഹമില്ല. ഓ, എന്തെല്ലാം ചെയ്യുന്നല്ലേ. അവിടെ രാജൻ സൂപ്പർ മാർക്കറ്റ്, ഇപ്പൊ രാജാസ് ഹാള്, റബ്ബർ ഷീറ്റ്. ഇവിടുത്തെ മില്യണയർ ആണ് ശരിക്ക്. അതെന്താ അതിന്റെ തലയിൽ കാക്ക കൂറിയാ? അതെന്താ ഇതെപ്പാ? ചൂടോടെയാ? നല്ല ഏതോ വയറിളക്കം പിടിച്ച കാക്കത്തൂറിയ പോലെ ഉണ്ട്. അല്ല, ഇതെങ്ങനെ ആയത്? ബോക്സ് ഉണ്ട് അവിടെ വെള്ളയാണ്. സൈഡിൽ കൂടെ പോകാൻ പറ്റൂ. സൈഡിലേക്ക് കയറിയതും അവിടെ ബോക്സ്.
അപ്പൊ നീ മേലെ നോക്കിയില്ല, താഴെ നോക്കിയുള്ളൂ. ചളിയല്ലേ? കാല് സേഫ് ആക്കാൻ നോക്കിയിട്ട് തല കളഞ്ഞവനാണ് അവൻ. ഞങ്ങള് കല്യാണമൊക്കെ പറഞ്ഞു വരുമ്പോഴേക്ക് സാറ് റബ്ബർ ഷീറ്റ് അടിയൊക്കെ കഴിഞ്ഞ് കടയിൽ വന്നിരുന്നു. ഇനി ഹൈപ്പർ മാർക്കറ്റ് ബിസിനസ്. ഇത്ര നേരം റബ്ബർ ഷീറ്റ് മുതലാളിയായിരുന്നു. ഇനി ഇതേ കിട്ടാട്ടനാണെങ്കിൽ അവിടുന്ന് കല്യാണം പറഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ പത്രം വായിക്കാം. ഞങ്ങൾ നീങ്ങുന്നില്ല, ഓടുന്നില്ല, ഞങ്ങളുടെ വണ്ടി ഓടുന്നില്ല. ഞങ്ങളെല്ലായിടത്തും ഞങ്ങൾ പ്രകാശേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അരമണിക്കൂർ പാർട്ടി ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കുറെ നേരം കഥ പറഞ്ഞു. അങ്ങനെ പോവാണ്. പിള്ളേഴ്സ്, സായിജ് മാമന്റെ കല്യാണമാണ്. എല്ലാ പിള്ളേഴ്സിനെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. സായിജ് പറയില്ലേ, പറഞ്ഞിട്ടുണ്ടാവില്ലേ? ആ, ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മരാണ്. ഏത് ആ മരം? കൊള്ളാൻ സാധ്യതയില്ല, പണ്ട് കൊള്ളുമായിരുന്നു. പോവല്ലേ? ഇതാണ് കൊയിലി നരസിംഹ ഇതടോ കൈതപ്രം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. കൊയിലി എന്നുള്ളതും കൈതപ്രം എന്നുള്ളത് ഇതായതാ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ഈ ക്ഷേത്രത്തിന് വലിയ പ്രത്യേകത. ഈ നരസിംഹമൂർത്തി എന്ന് പറയുന്ന ദൈവമുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രമാണ്. ഇവിടെ വിശേഷ ദിവസങ്ങളിൽ പൂജയുണ്ടാവും, പായസം ഉണ്ടാവും. അങ്ങനെ എന്തെല്ലാം പരിപാടികളുണ്ട്. ഇത് കാര്യമായിട്ട് വൈകുന്നേരം പാട്ടൊക്കെ വെക്കും. കൊളാണോ അത്? കൊളാണ്, കൊളായി കിടക്കുക. അമ്പലക്കുളം ലാമിനേറ്റ് ചെയ്ത പോലെയാണ്. നോക്കി അതിന്റെ പുറത്ത് മാറ്റ് ഫിനിഷാ, പായല് കയറിയിട്ടേ. ശരിയാ, ഒരു മാറ്റ് ഫിനിഷ് ഫീൽ ഇല്ലേ? ഞാൻ കല്ലെടുത്ത് കാണിച്ചതാ. ഇത് കണ്ടോ, ഇത് 3 മലക്കം പറഞ്ഞു പോകുന്നുണ്ടോ? കണ്ടോ, 4 പോയി. അങ്ങനെ മഴ പെയ്തു ഗൈസ്. എടുത്ത കൊടക്ക് ഇപ്പൊ ഉപകാരമായി. അത് തുറക്കാനൊരു ക്ഷീണമുണ്ടല്ലോ. പഴയ കൊടയാ വന്നു. പഴയ കൊട ഞാൻ അവിടെ കിട്ടിയൊരു കൊട എടുത്ത് തന്നതാ. അമ്പലത്തിന്റെ മുറ്റത്തുള്ള. ഇനി കല്യാണം പറയാൻ അങ്ങോട്ടാ പോണ്ടേ. എനിക്ക് കുളം കണ്ടിട്ട് ചാടാൻ തോന്നുന്നു. വേഗം ചാടിക്കോ, പിന്നെ ഫയർഫോഴ്സിന് പോലും കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെ പായൽ എടുക്കുക. അത് അധികം ആഴൊന്നുമില്ല, ചെറിയ കുളമാണ്. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാലും പിന്നെയും പായൽ കയറുന്നു. അതാ പ്രശ്നം. കുറേ പേര് പറയും കുളം നന്നായിക്കൂടെ. നന്നാക്കാൻ താല്പര്യമുള്ളവർ പോരും. ഞാൻ കൊടയൊക്കെ തുറന്നപ്പോഴത്തേക്ക് മഴ പോയി. നിന്നെ പശു കൂവുന്ന, നിന്നെ പശു കൂവ. ശരിക്കും ഉണ്ടല്ലോ, ഈ ആണുങ്ങളുടെ കാര്യം മഹാ കഷ്ടാണ്. അവര് ഒന്നുകിൽ അമ്മേനെ അല്ലെ ഭാര്യനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ ജീവിക്കുക. അതെന്താ ബാസുര നിനക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നല്? നമ്മളിപ്പോ ചില വീട്ടിലെല്ലാം പോയപ്പോ ഭാര്യ മക്കളുടെ കൂടെ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വീട് വിട്ടിട്ടാ ഉണ്ടാവുക. അപ്പൊ ഭർത്താക്കന്മാര് മാത്രമേ വീട്ടിലുള്ളൂ. ഭയങ്കര വിഷമം പറഞ്ഞ, അയ്യോ ചായ വെക്കാൻ ഇവിടെ ആളില്ല, ഇവിടെ ഒറ്റക്കായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയി, ഞാൻ ആകെ വിഷമത്തിലാണുള്ള. ഇതുകൊണ്ടാണ് ആണുങ്ങൾ ഒന്നിലധികം കെട്ടണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു ഭാര്യ ലീവിന് അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു ഭാര്യ അവിടെ ഉണ്ടാവല്ലോ. Am I correct? മറുപടി ഉത്തരം മുട്ടിപ്പോയി. പെണ്ണുങ്ങളുടെ കല്യാണങ്ങളൊന്നും കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പെണ്ണുങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരെ ഈ അഹങ്കാരമൊക്കെ. എന്റെ കല്യാണം കളിക്കാൻ ആളില്ലെങ്കിൽ വലിയ ഗോളിപ്പോസ് ഒക്കെ ഉണ്ട്. ഓ അടിപൊളി അടിയടാ. ഒന്നോടെ സൂര്യചേട്ടന് വണ്ടി വെക്കാൻ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വെക്കുന്ന ഇവിടെ അവിടെയാ ബസ് നോക്കി നിർത്താ. ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി കയറ്റുന്നത് തന്നെ ആരുടെയോ പുണ്യം. നമ്മുടെ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാ ഉള്ളത്. കല്യാണം പറിച്ചിലൊക്കെ പകുതിക്ക് വെച്ചിട്ട്. പക്ഷെ ഇവിടെ വണ്ടി വെക്കാൻ സ്ഥലമില്ല. അവിടെ നമ്മൾ തിരിച്ചു പോവാം. വൈകുന്നേരത്തെ സമയം ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ്. സോ അങ്ങനെ ശ്രീകണ്ഠാപുരത്ത് അലഞ്ഞു തിരിഞ്ഞിട്ട് ടൗണിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ ഈ ദിവസത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് ആരുടെ ടൗണിൻ്റെ നടുവിലൂടെ വീഡിയോ പിടിച്ച് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ബൈ. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം പറയാം കേട്ടോ.